എല്ലാവർക്കും നമസ്കാരം. 7th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റായ മെഡീവൽ ഇന്ത്യ എന്നുള്ള പാഠഭാഗത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്തായി പേജ് നമ്പർ 11 ദ മുഗൾ ആർമി. അപ്പോൾ മുഗളിൻ്റെ ആർമിയെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് നോക്കാൻ പോകുന്നത്. ഡ്യൂറിങ് ദ മുഗൾ പീരീഡ് എ സ്ട്രോങ് ആർമി വാസ് നീഡഡ് ടു എക്സ്പാൻഡ് ദ കിങ്ഡം ആസ് വെൽ ആസ് ടു മെയിൻറ്റെയിൻ ദ എക്സ്പാൻഡഡ് കിങ്ഡം. അതായത് മുഗൾ പീരീഡിലെ രാജ്യം വളരെ വിസ്തൃതമാണ്. അപ്പോൾ വളരെ വിസ്തൃതമായിട്ടുള്ള രാജ്യം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, അതിനെ നിലനിർത്തി പോകണമെന്നുണ്ടെങ്കിൽ രാജാവിന് ഒരു വലിയ സൈന്യം വേണം. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ വിസ്തൃതി വലുതാക്കുകയും വേണം. അപ്പം വലുതാക്കണമെങ്കിലും നല്ലൊരു മിലിറ്ററി അല്ലെങ്കിൽ നല്ലൊരു സൈന്യം ഉണ്ടാവണം. മൻസബ്ദാരി വാസ് ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ അക്ബർ ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അക്ബർ നടപ്പിലാക്കിയ ഒരു സിസ്റ്റമാണ് മൻസബ്ദാരി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്തെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മൻസബ്ദാരിയാണ്. മൻസബ്ദാരി എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ ഇവിടെ തൊട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്. മൻസബ്ദാരി വാസ് ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ അക്ബർ ഫോർ ദിസ് പർപ്പസ്. അക്കോർഡിംഗ് ടു ദിസ് സിസ്റ്റം ഈച്ച് ഓഫീസർ ഹാഡ് എ റെജിമെൻറ്റ് അണ്ടർ ഹിം. അതായത് ഈ സിസ്റ്റം വെച്ചിട്ട് ഓരോ ഓഫീസർക്കും ഓരോ റെജിമെൻ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു റെജിമെൻ്റ് ഉണ്ട്. ദ ടൈറ്റിൽ മൻസബ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് കാവലറി ഈച്ച് ഓഫീസർ ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ. അതായത് ഓരോ ഓഫീസറും നിലനിർത്തേണ്ട കാവലറി എന്ന് വെച്ചാൽ കുതിരപ്പടയാണ്. അതിനനുസരിച്ചാണ് അല്ലെങ്കിൽ അതിനെയാണ് മൻസബ് എന്ന ടൈറ്റിൽ കൊണ്ട്, മൻസബ് എന്ന പേര് കൊണ്ട് റെഫർ ചെയ്യുന്നത്. The rank of the mansab was determined by the number of soldiers to be maintained. അതായത് മൻസബിൻ്റെ റാങ്ക്, അതായത് ഈ പട്ടാള മേധാവികളുടെ റാങ്ക് തീരുമാനിക്കുന്നത് ഡിറ്റർമിൻഡ് ബൈ ദ നമ്പർ ഓഫ് സോൾജേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ്. എത്ര സോൾജേഴ്സിനെ, എത്ര പട്ടാളക്കാരെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് ഇതിൻ്റെ റാങ്ക് തീരുമാനിക്കുന്നത്. ദിസ് സിസ്റ്റം വാസ് ഇംപ്ലിമെൻറ്റഡ് ആസ് ആൻ ആൾട്ടർനേറ്റീവ് ടു മെയിൻറ്റെയിൻ ആർമി പേയിങ് ഡയറക്ട്ലി ഫ്രം ദ സ്റ്റേറ്റ് എക്സ്ചെക്കർ. അതായത് ഈ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ഈ ആർമിയെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്ന് ഒരുപാട് പൈസ ചിലവാകും. അങ്ങനെ പൈസ ചിലവാകാതെ ഒരു വലിയ ആർമിയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം കൊണ്ടുവന്നത്. ഇനി എങ്ങനെയാണ് പൈസ ചിലവാകാതിരിക്കുന്നത് നോക്കാം. മൻസബ്ദേഴ്സ് വെയർ അലോട്ടഡ് ലാൻഡ് അക്കോർഡിംഗ് ടു ദെയർ റാങ്ക്സ്. അതായത് മൻസബ്ദാറിന് അവരുടെ റാങ്ക് അനുസരിച്ച് ലാൻഡ് അലോട്ട് ചെയ്ത് കൊടുക്കും, അതായത് ഭൂമി അവർക്ക് പതിച്ചു കൊടുക്കും. ദ മൻസബ്ദാർ മെയിൻറ്റെയിൻ ഹിസ് ആർമി ബൈ കളക്ടിങ് ടാക്സ് ഫ്രം ലാൻഡ് അലോട്ടഡ് ടു ഹിം. അതായത് അദ്ദേഹത്തിന് കിട്ടുന്ന ലാൻഡിൽ നിന്ന്, അതായത് അലോട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ലാൻഡിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്തിട്ട് അദ്ദേഹം തൻ്റെ ആർമിയെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം മൻസബ്ദാരി എന്താണെന്ന്. ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ് എ സ്ട്രോങ് ആർമി വാസ് നീഡഡ് ടു എക്സ്പാൻഡ് ദ കിങ്ഡം ആസ് വെൽ ആസ് ടു മെയിൻറ്റെയിൻ ദ എക്സ്പാൻഡഡ് കിങ്ഡം. അതായത് മുഗൾ പീരീഡിൽ രാജ്യം വലുതാക്കുന്നതോടൊപ്പം തന്നെ വലിയ രാജ്യമായിരുന്ന മുഗളിനെ സംരക്ഷിക്കുന്നതിന് ഒരു വലിയ ആർമി വേണം. മൻസബ്ദാരി വാസ് ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ അക്ബർ ഫോർ ദിസ് പർപ്പസ്. അക്ബർ എന്ന് പറയുന്ന രാജാവ് ഇംപ്ലിമെൻറ്റ് ചെയ്ത സിസ്റ്റമാണ്, മിലിറ്ററി സിസ്റ്റമാണ് മൻസബ്ദാരി. അക്കോർഡിംഗ് ടു ദിസ് സിസ്റ്റം ഈച്ച് ഓഫീസർ ഹാഡ് എ റെജിമെൻറ്റ് അണ്ടർ ഹിം. ഓരോ ഓഫീസറുടെയും കീഴിൽ ഒരു റെജിമെൻ്റ് ഉണ്ട്. ദ ടൈറ്റിൽ മൻസബ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് കാവലറി ഈച്ച് ഓഫീസർ ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ. അതായത് മൻസബ് എന്ന് പറയുന്ന ടൈറ്റിൽ അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ആ പേര് അർത്ഥമാക്കുന്നത് എന്താണ്? ഓരോ ഓഫീസറും മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാവലറി എന്ന് വെച്ചാൽ കുതിരപ്പടയാണ്. ദ റാങ്ക് ഓഫ് ദ മൻസബ് വാസ് ഡിറ്റർമിൻഡ് ബൈ ദ നമ്പർ ഓഫ് സോൾജേഴ്സ് ടു ബി മെയിൻറ്റെയിൻ. അതായത് മൻസബ് എന്ന് പറയുന്ന റാങ്ക് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ റാങ്ക് കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിൽ എത്ര സോൾജേഴ്സ് ഉണ്ട്, എത്ര പട്ടാളക്കാരെ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നതിനെ നോക്കിയിട്ടാണ്. ദിസ് സിസ്റ്റം വാസ് ഇംപ്ലിമെൻറ്റഡ് ആസ് ആൻ ആൾട്ടർനേറ്റീവ് ടു മെയിൻറ്റെയിൻ ആർമി പേയിങ് ഡയറക്ട്ലി ഫ്രം സ്റ്റേറ്റ് എക്സ്ചെക്കർ. അതായത് രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്നും പൈസ ചിലവാക്കാതെ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്നും ഇവർക്ക് ശമ്പളം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കുള്ള കാശ് ചിലവാക്കാതെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ ആർമിയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം കൊണ്ടുവന്നത്. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. മൻസബ്ദേഴ്സ് വെയർ അലോട്ടഡ് ലാൻഡ് അക്കോർഡിംഗ് ടു ദെയർ റാങ്ക്സ്. അതായത് ഈ റാങ്ക് അനുസരിച്ച് കൂടിയും കുറഞ്ഞും ഒക്കെ ലാൻഡുകൾ കൊടുക്കും, ഭൂമികൾ അലോട്ട് ചെയ്ത് കൊടുക്കും. ദ മൻസബ്ദാർ മെയിൻറ്റെയിൻ ഹിസ് ആർമി ബൈ കളക്ടിങ് ടാക്സ് ഫ്രം ലാൻഡ് അലോട്ടഡ് ടു ഹിം. അതായത് മൻസബ്ദാർ എന്ത് ചെയ്യണം? തനിക്ക് കിട്ടിയിരിക്കുന്ന ലാൻഡിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്ത് തൻ്റെ ആർമിയെ നിലനിർത്തണം. അപ്പോൾ ഇതിനെയാണ് മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഭാഗത്ത് പഠിക്കേണ്ടത്. മുഗൾ ആർമി എന്ന് പറയുമ്പോൾ ഭാഗത്ത് പ്രധാനമായിട്ടും ഉള്ളത് മൻസബ്ദാരിയാണ്. ബാക്കി നോക്കാം. ദ സപ്പോർട്ട് ഓഫ് ദ നോബിൾസ് ആൻഡ് ദ മിലിറ്ററി വാസ്
necessary to carry forward the region strongly, മൻസബ്ദാരി സിസ്റ്റം വാസ് ഇംപ്ലിമെൻറ്റഡ് ടു അച്ചീവ് ദിസ് ഒബ്ജക്റ്റീവ്. അതായത് രാജാവിന് ഈ നോബിൾസിൻ്റെയും മറ്റ് ആളുകളുടെയും മിലിറ്ററി സിസ്റ്റത്തിൻ്റെയൊക്കെ എന്താണ് നല്ല സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത്രയും വലിയൊരു രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് പേജ് നമ്പർ 12 നമുക്കവിടെ ഒരു ആക്ടിവിറ്റി വന്നിരിക്കുന്നു. ഓർഗനൈസ് എ ഡിസ്കഷൻ ഓൺ മൻസബ്ദാരി സിസ്റ്റം ഓഫ് ദ മുഗൾസ്. മുഗളന്മാരുടെ മൻസബ്ദാരി സിസ്റ്റത്തെ പറ്റിയിട്ട് ഒരു ഡിസ്കഷൻ ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് ദ മുഗൾ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ മുഗളിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഭരണ സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ലെറ്റ് us see the measures adopted for administrative കൺവീനിയൻസ് ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. മുഗൾ പീരീഡിലെ ഭരണ നിർവഹണത്തിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രാജ്യത്തെ തിരിച്ചിരിക്കുന്നത് നോക്കാം. അപ്പോൾ മുഗൾ കിങ്ഡം, സുബ, സർക്കാർ, പെർഗാന, ഗ്രാമ. അപ്പോൾ ഇങ്ങനെ 4ആയിട്ടാണ് രാജ്യത്തിനെ തിരിച്ചിരിക്കുന്നത്. ഒന്നും കൂടെ നോക്കാം. സുബ, സർക്കാർ, പെർഗാന, ഗ്രാമ. അപ്പോൾ ഏറ്റവും താഴ്ഭാഗം എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകം എന്ന് പറയുന്നത് ഗ്രാമയാണ്. അതിൻ്റെ മുകളിലുള്ളതാണ് പെർഗാന, അതിൻ്റെ മുകളിലുള്ളതാണ് സർക്കാർ, അതിൻ്റെ മുകളിലുള്ളതാണ് സുബ. It was during Akbar's regime in Mughal rule that such an administrative order was effectively formed. അതായത് അക്ബറിൻ്റെ കാലത്ത് ഇങ്ങനെയൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഫോമായിരുന്നു എഫക്റ്റീവായിട്ട് നിലനിന്നിരുന്നത്. ദ എംപറർ വാസ് ദ സോവറിൻ അതോറിറ്റി ഓഫ് ദ കൺട്രി, ദ കമാൻഡർ ഇൻ ചീഫ് ആൻഡ് ലോ മേക്കർ ആൻഡ് സുപ്രീം കമാൻഡൻ. അതായത് എംപററാണ് സോവറിൻ അതോറിറ്റി. സോവറിൻ അതോറിറ്റി എന്ന് വെച്ചാൽ പരമാധികാരി രാജാവാണ്. അതുപോലെ ദ കമാൻഡർ ഇൻ ചീഫ് എന്ന് വെച്ചാൽ സർവ്വ സൈന്യാധിപൻ, എല്ലാ സൈന്യത്തിൻ്റെയും അധിപൻ. ആൻഡ് ദ ലോ മേക്കർ, അതായത് നിയമം നിർമ്മിക്കുന്ന ആൾ. ആൻഡ് ദ സുപ്രീം ജഡ്ജ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന ജഡ്ജ്, അല്ലെങ്കിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന, വിധി കൽപ്പിക്കുന്ന ഏറ്റവും ഉയർന്ന ആൾ. ഇതെല്ലാം ആരാണ്? കിങ് ആണ്, രാജാവാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ദ എംപറർ എന്ന് വെച്ചാൽ ചക്രവർത്തി എന്നാണ് കേട്ടോ. അപ്പോൾ ദ എംപറർ വാസ് ദ സോവറിൻ അതോറിറ്റി ഓഫ് ദ കൺട്രി. സോവറിൻ അതോറിറ്റി എന്ന് പറയുന്നത് പരമാധികാരി, രാജ്യത്തിൻ്റെ പരമാധികാരി. ദ കമാൻഡർ ഇൻ ചീഫ്, അതായത് സർവ്വ സൈന്യാധിപൻ. ദ ലോ മേക്കർ, നിയമം നിർമ്മിക്കുന്ന ആൾ. ആൻഡ് ദ സുപ്രീം ജഡ്ജ്, അതായത് അവസാന വിധി കൽപ്പിക്കുന്ന ആൾ. ഇതെല്ലാം ആരാണ്? എംപററാണ്, അല്ലെങ്കിൽ രാജാവാണ്. ഡ്യൂറിങ് ദ മുഗൾ പീരീഡ് ദർ വെയർ നോ സെപ്പറേറ്റ് കോർട്സ് ഫോർ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫ് ജസ്റ്റിസ് ടുഡേ. അതായത് നമ്മുടെ ഇന്ന് കാണുന്നത് പോലെയുള്ള നീതി നിർവഹണത്തിന് വേണ്ടിയിട്ടുള്ള കോടതികളൊന്നും ഇല്ല. അതിന് പകരം എന്താണെന്ന് നോക്കാം. ഇൻസ്റ്റെഡ് ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് ക്വാസി ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് അഡ്ജുഡിക്കേറ്റഡ് ഡിസ്പ്യൂട്ട്സ്. അതായത് ലോക്കലായിട്ടുള്ള റിലീജിയസ് സ്കോളേഴ്സ് ഉണ്ട്, മതപണ്ഡിതന്മാരുണ്ട്, അവരെ ക്വാസി എന്നാണ് വിളിക്കുന്നത്. അവരാണ് ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ നീതി നടപ്പാക്കുന്നതും. ദോസ് ഹു ആർ ഡിസ്സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ഡിസിഷൻ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു കംപ്ലൈൻറ്റ് ഡയറക്ട്ലി ടു ദ എംപറർ. അപ്പോൾ ഇങ്ങനെ വിധി നടപ്പാക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഖ്വാസിമാർ അതിനെ അന്വേഷിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടപ്പാക്കി കഴിയുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഡിസ്പ്യൂട്ട് ഉണ്ടാവും നമുക്ക്, അല്ലെങ്കിൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, നമുക്കൊരു തൃപ്തി കുറവുണ്ടാവും, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? അപ്പീൽ കൊടുക്കാം. അങ്ങനെ അപ്പീൽ കൊടുക്കുന്നത് എവിടെയാണ്? ഡയറക്ട്ലി ടു ദ എംപറർ ആണ്. അതായത് നമ്മൾ രാജാവിന് നേരിട്ട് നമുക്ക് അതിൻ്റെയുള്ള കംപ്ലയിൻറ്റ് കൊടുക്കാം. മിനിസ്റ്റേഴ്സ് ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് വെയർ അപ്പോയിൻറ്റഡ് ടു അഡ്വൈസ് ദ കിങ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. അതായത് നമ്മുടെ മിനിസ്റ്റേഴ്സിനെയും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ വിഭാഗത്തിനും തലവന്മാരുണ്ട്, അതുപോലെ മന്ത്രിമാരുണ്ട്. ഇവരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അഡ്വൈസ് ദ കിങ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റർ. രാജാവിനെ ഭരണകാര്യങ്ങളിൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെയൊക്കെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ മുഗൾ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിൽ നമുക്ക് പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. മുഗൾ അഡ്മിനിസ്ട്രേഷൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പഠിക്കണം. എങ്ങനെയാണ്? സുബ, സർക്കാർ, പെർഗാന, ഗ്രാമ. അതോടൊപ്പം തന്നെ എംപററിൻ്റെ അധികാരങ്ങൾ എന്താണ്? ദ എംപറർ വാസ് ദ സോവറിൻ അതോറിറ്റി ഓഫ് ദ കൺട്രി, ദി കമാൻഡർ ഇൻ ചീഫ്, ദ ലോ മേക്കർ ആൻഡ് ദ സുപ്രീം ജഡ്ജ്. പിന്നെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ കോർട്ടുകൾ എങ്ങനെയാണെന്ന് നോക്കണം. ഡ്യൂറിങ് ദ മുഗൾ പീരീഡ് ദെയർ വാസ് നോ സെപ്പറേറ്റ് കോർട്ട്സ് ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ആസ് ടുഡേ. ഇന്നുള്ളതുപോലെയുള്ള കോടതികളില്ല. പകരം എന്താണ്? ഇൻസ്റ്റെഡ് ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ്, അതായത് സാധാരണ, അതായത് നമ്മുടെ ലോക്കലായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള മതപണ്ഡിതരുണ്ട്, അവരുടെ പേര് ഖ്വാസി എന്നാണ്. ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് അഡ്ജുഡിക്കേറ്റഡ് ഡിസ്പ്യൂട്ട്സ്, അവരാണിത് അന്വേഷിക്കുന്നതും അവരാണിതിൻ്റെ വിധി കൽപ്പിക്കുന്നതും. ദോസ് ഹു വെയർ ഡിസ്സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ഡിസിഷൻ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു കംപ്ലൈൻ ഡയറക്ട്ലി ടു ദ എംപറർ. അതായത് ഇതിനകത്ത് എന്തെങ്കിലും ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉള്ളവർ, അതായത് തൃപ്തി കുറവുള്ളവർ, അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് തോന്നുന്ന ആളുകൾക്ക് നേരിട്ട് രാജാവിന് പരാതി കൊടുക്കാം.
മിനിസ്റ്റേഴ്സ് ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് വെയർ അപ്പോയിൻറ്റഡ് ടു അഡ്വൈസ് ദ കിങ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. അതായത് മന്ത്രിമാരെയും ഈ ഓരോ വിഭാഗത്തിനും തലവന്മാരുണ്ട്, ഓരോ കാര്യങ്ങൾക്ക്, അതായത് ഓരോ വകുപ്പുകളുണ്ടല്ലോ അതിന് തലവന്മാരുണ്ട്, അവരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അഡ്വൈസ് ദ കിങ്, കിങ്ങിനെ ഉപദേശിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്തിനകത്ത്? ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്, ഭരണകാര്യങ്ങളിൽ കിങ്ങിനെ ഉപദേശിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയുമാണ് മുഗൾ അഡ്മിനിസ്ട്രേഷൻ. അടുത്തതായിട്ട് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് നോക്കാം. യൂറോപ്യൻ ട്രാവലേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഹു വിസിറ്റഡ് ഇന്ത്യ അറ്റ് ദാറ്റ് ടൈം റെക്കോർഡഡ് അബൌട്ട് ദ സൊസൈറ്റി ഡ്യൂറിങ് ദ മുഗൾ റൂൾ. അതായത് യൂറോപ്യൻ ട്രാവലേഴ്സ്, യൂറോപ്യൻ സഞ്ചാരികൾ, അതുപോലെ ട്രേഡേഴ്സ്, കച്ചവടക്കാരൊക്കെ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. അവരൊക്കെ നമ്മുടെ അന്നത്തെ ഇവിടുത്തെ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് അവരുടെ ബുക്കുകളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എ ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം എക്സിസ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം. അതായത് ഒരു ഫ്യൂഡൽ സിസ്റ്റം ആയിരുന്നു ആ കാലത്തുണ്ടായത്. ഫ്യൂഡൽ സിസ്റ്റം എന്താണെന്ന് നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചാണ്. അതുപോലെ തന്നെ സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റാറ്റസ്. സൊസൈറ്റി വിവിധ തരത്തിലുള്ള സൊസൈറ്റിയെ പലതരത്തിലായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 14 നോക്കാം അതെങ്ങനെയാണെന്ന്. ദ കോമൺ മാൻ വാസ് ദ ബോട്ടം ഓഫ് സൊസൈറ്റി വിത്ത് ദ കിങ് അറ്റ് ദ ടോപ്പ്. അതായത് കോമൺ മാൻ, സാധാരണ മനുഷ്യൻ. ഇപ്പോൾ കർഷകരൊക്കെയാണ് സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നത്. എല്ലാ പഴയ കാലങ്ങളിലൊക്കെ എങ്ങനെയാണ്? കർഷകരാണ് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. അവർ കോമൺ മാൻ വാസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ ഏറ്റവും താഴെയുള്ളത് കോമൺ മാൻ ആണ്. വിത്ത് ദ കിങ് അറ്റ് ദ ടോപ്പ്, കിങ് ആണ് ഏറ്റവും മുകളിലുള്ളത്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ വേജസ് ആൻഡ് ഇൻകം. അവിടുത്തെ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അവരുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന വേജസ് അല്ല ഇൻകത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വെയർ ഫാർമേഴ്സ്. അതായത് കൂടുതൽ ആളുകളും ഫാർമേഴ്സാണ്, കൃഷിക്കാരാണ്. കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റഡ് എമംഗ് ദം. അവർക്കിടയിൽ എന്തുണ്ട്? കാസ്റ്റ് സിസ്റ്റം ഉണ്ട്, അതായത് ജാതി വ്യവസ്ഥയുണ്ടായിരുന്നു. ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. ഓരോ ജാതികൾക്കും ഓരോ കാസ്റ്റുകൾക്കും എന്തുണ്ട്? അവരുടേതായിട്ടുള്ള കസ്റ്റംസും റിച്വൽസും ഉണ്ട്, അതായത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുണ്ട്. അടുത്തത് ടവർണിയർ, എ ഫ്രഞ്ച് ട്രാവലർ ഹു വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. അതായത് ഫ്രഞ്ച് ട്രാവലറായിട്ടുള്ള ടവർണിയർ ഈ കാലത്ത് മുഗൾ പീരീഡിൽ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് യാത്രക്കാരൻ അല്ലെങ്കിൽ മുഗൾ പീരീഡിൽ ഇന്ത്യയിലെത്തിയ ഫ്രഞ്ച് ട്രാവലർ ആരാണെന്ന് ചോദിച്ചാൽ ടവർണിയർ ആണ്. ടവർണിയർ ഇൻ മുഗൾ പീരീഡ് റെക്കോർഡഡ് ദ സോഷ്യൽ കണ്ടീഷൻസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓഫ് ദ പീപ്പിൾ അറ്റ് ദാറ്റ് ടൈം. അതായത് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ നിന്ന് അദ്ദേഹം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് അന്നത്തെ സോഷ്യൽ കണ്ടീഷനും ലൈഫ് സ്റ്റൈലും. There existed wide difference in the way of life, food habits and clothing of people from place to place. അതായത് നമ്മുടെ സ്ഥലങ്ങൾ മാറുന്നതനുസരിച്ച്, മുഗൾ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് വലിയ കിങ്ഡം ആണ്, വലിയ രാജ്യമാണ്. അപ്പോൾ അതിൻ്റെ ഓരോ സ്ഥലത്തും വൈഡ് ഡിഫറൻസ് ഇൻ ദ വേ ഓഫ് ലൈഫ്, അതായത് അവരുടെ ജീവിത രീതിയിൽ ഭയങ്കരമായ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റ്സ്, ആഹാര രീതികൾ, അതുപോലെ തന്നെ ക്ലോത്തിങ്സ്, അവരുടെ വസ്ത്ര രീതികളിൽ ഒക്കെ വളരെ വ്യത്യാസമുണ്ട്. ബാബർ ഇൻ ഹിസ് മെമ്മറീസ് റെക്കോർഡഡ് ദ ലേബർ സിസ്റ്റം ആൻഡ് ദ കാസ്റ്റ് സിസ്റ്റം പ്രിവീൽഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദീസ് ഡേയ്സ്. അതായത് ബാബർ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിലായിട്ട് എഴുതിയിട്ടുണ്ട് അന്നത്തെ ലേബർ സിസ്റ്റം, തൊഴിൽ സംവിധാനങ്ങളും അതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥകളെ പറ്റിയൊക്കെ, അന്നത്തെ നടന്നിരുന്ന ജാതി വ്യവസ്ഥകളെ പറ്റിയൊക്കെ ബാബർ തൻ്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ നമുക്കൊരു എക്സ്റ്റൻഡഡ് റീഡിംഗ് വന്നിരിക്കുന്നു. ആഗ്ര ആൻഡ് ഫത്തേപൂർ സിക്രി വെയർ larger than the city of London and was always busiest with the people. The 12 miles distance between these cities were filled with markets selling foods and other items all along the way. അതായത് ആഗ്രയും ഫത്തേപൂർ സിക്രിയും, അതായത് ഈ മുഗൾ പീരീഡിലെ രണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു. വെയർ ലാർജർ ദാൻ ദ സിറ്റി ഓഫ് ലണ്ടൻ, ലണ്ടനേക്കാൾ വലിയ സിറ്റികളായിരുന്നു. ആൻഡ് ഓൾവേസ് ബിസിയസ്റ്റ് വിത്ത് പീപ്പിൾ, എപ്പോഴും തിരക്കുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു. ദ 12 miles between ദീസ് സിറ്റീസ് വെയർ ഫിൽഡ് വിത്ത് മാർക്കറ്റ്സ്. അതായത് ഈ 12 മൈൽ ദൂരമാണ് ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ളത്. 12 മൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 18 കിലോമീറ്ററോളം വരും. അത്രയും ദൂരം എന്താണ് ഈ രണ്ട് സൈഡുകളിലും മാർക്കറ്റുകൾ, സെല്ലിങ് ഫുഡുകൾ വിൽക്കുന്നത്, ആൻഡ് അതർ ഐറ്റംസ്, മറ്റ് ഐറ്റംസ് വിൽക്കുന്നത്, ഓൾ എലോങ് ദ വേ, ഈ വഴി മുഴുവൻ ഇതായിരുന്നു. എൻ്റെ താഴെയുള്ള നോക്കാം. എബവ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് 2 cities in India by Ralph Fitch, an Englishman
ഹു വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. കണ്ടോ, അതായത് ഈ എഴുതിയിരിക്കുന്നത് ആരാണ്? റാൽഫ് ഫിച്ച് എന്ന് പറയുന്ന ഇംഗ്ലീഷ് മാനാണ്. അതായത് മുഗൾ പീരീഡിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാണ് റാൽഫ് ഫിച്ച്. അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നതാണ് ഇത്. അപ്പോൾ 2 ട്രാവലേഴ്സിൻ്റെ കാര്യം നമ്മളിപ്പോൾ പഠിച്ചു. മുമ്പ് മോളിൽ നമ്മളൊരാളുടെ കാര്യം പഠിച്ചു, ടവർണിയർ എന്ന് പറയുന്നത്. അദ്ദേഹം ഫ്രഞ്ച് ട്രാവലറാണ്, മുഗൾ പീരീഡിൽ ഇന്ത്യ സന്ദർശിച്ച. അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരനാണ്, അതായത് റാൽഫ് ഫിച്ച് എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനും മുഗൾ പീരീഡിൽ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പഠിക്കേണ്ടതാണ്. ഫ്രഞ്ച് ട്രാവലർ ടവർണിയർ, ഇംഗ്ലീഷ് ട്രാവലർ റാൽഫ് ഫിച്ച്. ബാക്കി നോക്കാം. ഫ്രം ദിസ് ഡിസ്ക്രിപ്ഷൻ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ എക്കണോമിക് പ്രോഗ്രസ് വി ഹാഡ് അച്ചീവ്ഡ് ഡ്യൂറിങ് ദ മുഗൾ റൂൾ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ മുഗൾ പീരീഡിൽ ഉണ്ടായ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി. നമ്മൾ ഈ ആഗ്രയുടെയും ഫത്തേപൂർ സിക്രിയുടെയും കാര്യം ഇപ്പം പറഞ്ഞു, അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് വെയർ ദ ബേസിക് ഓഫ് ദിസ് എക്കണോമിക് പ്രോഗ്രസ്. അതായത് കൃഷിയായിരുന്നു ഈ എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം. എന്തെല്ലാം കൃഷികളാണെന്നുള്ളത് നോക്കാം. റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ ആൻഡ് ഓയിൽ സീഡ്സ് വെയർ ദ മേജർ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഓഫ് ദ ടൈം. അതായത് ഈ കാലത്തെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് റൈസ് അറിയാം, നെല്ല്, വീറ്റ് ഗോതമ്പ്, ബാർലി ചോളം, അതുപോലെ തന്നെ ഷുഗർ കെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമ്പാണ്, കോട്ടൺ അറിയാമല്ലോ പരുത്തി, അതിൻ്റെ ഓയിൽ സീഡ്സ് എന്ന് വെച്ചാൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന കുരുക്കൾ, അതിനെയാണ് എണ്ണക്കുരുക്കൾ എന്ന് പറയുന്നത്. വേർ ദ മേജർ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഓഫ് ദ ടൈം. ഈ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷികൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് മുഗൾ പീരീഡിലെ പ്രധാനപ്പെട്ട കൃഷികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പഠിക്കണം. ഏതൊക്കെയാണ്? റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ ആൻഡ് ഓയിൽ സീഡ്സ്. അടുത്തത്, അബുൾ ഫാസൽ ഇൻ ഹിസ് ബുക്ക് ഐൻകി അക്ബറി റെക്കോർഡഡ് ദാറ്റ് ഇന്ത്യൻസ് കൾട്ടിവേറ്റഡ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റൈസ്. അതായത് അബുൾ ഫാസൽ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ഐൻകി അക്ബറി എന്ന് പറയും. അപ്പോൾ അത് രണ്ടും പഠിക്കണം. അബുൾ ഫാസലും ഐൻകി അക്ബറിയും. അബുൾ ഫാസലിൻ്റെ ബുക്കിൻ്റെ പേര് ഐൻകി അക്ബറി എന്നാണ്. റെക്കോർഡഡ് ഇൻ ദാറ്റ് ഇന്ത്യൻസ് കൾട്ടിവേറ്റഡ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റൈസ്. അതായത് പലതരത്തിലുള്ള റൈസ്, നെല്ലുകൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് എന്ന് അബുൾ ഫാസൽ ഐൻകി അക്ബറിയിൽ എഴുതിയിട്ടുണ്ട്. ദ ഫാർമർ വാസ് നോട്ട് എവിക്റ്റഡ് ഫ്രം ദ ലാൻഡ് ആസ് ലോങ് ആസ് ഹി പെയ്ഡ് ടാക്സ്. അതായത് കർഷകരെ അവരുടെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിക്കാറില്ല എന്നുവരെ അവർ ടാക്സ് കൊടുക്കുന്നിടത്തോളം കാലം, ആ ഭൂമിക്ക് ടാക്സ് കൊടുക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ കൃഷിയുടെ ടാക്സ് കൊടുക്കുന്നിടത്തോളം കാലം അവരെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിക്കാറില്ല. The use of technology and new tools enriched the agricultural sector during the Mughal period. അതായത് പുതിയ ടെക്നോളജികളും പുതിയ ടൂൾസുകളും ഒക്കെ കൃഷി എന്ത് ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്തി. അതിനകത്ത് പ്രധാനപ്പെട്ടതാണ് ദ പേർഷ്യൻ വീൽ ആൻഡ് കനാൽസ് വെയർ വൈഡ്ലി യൂസ്ഡ് ഫോർ ഇറിഗേഷൻ. അതായത് പേർഷ്യൻ വീലും കനാൽസും. പേർഷ്യൻ വീൽ കണ്ട പേജ് നമ്പർ 15 ഫിഗർ 1.7 കിടപ്പുണ്ട്. ആ കാണുന്ന വെള്ളം കോരുന്ന അതിനെയാണ് പേർഷ്യൻ വീൽ എന്ന് പറയുന്നത്. പേർഷ്യൻ വീലുകളും കനാലുകളും വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഇറിഗേഷന് വേണ്ടിയിട്ട്, അതായത് ജലസേചനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം താഴെ ഒരു എക്സ്റ്റൻഡഡ് റീഡിംഗ് എന്നിരിക്കുന്നു. അബുൾ ഫാസൽ, അത് നോക്കാം. അബുൾ ഫാസൽ വാസ് ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് ഹിസ്റ്റോറിയൻ ഡ്യൂറിങ് ദ മുഗൾ ഇറ. മുഗൾ പീരീഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരനായിരുന്നു ആര്? അബുൾ ഫാസൽ എന്ന് പറയുന്നത്. ഹി വാസ് അക്ബേഴ്സ് അഡ്വൈസർ ആൻഡ് ബയോഗ്രാഫർ. അദ്ദേഹം അക്ബറിൻ്റെ അഡ്വൈസർ, ഉപദേശകനും ബയോഗ്രാഫറുമാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതുന്ന ആളുമായിരുന്നു. ഹി ഈസ് ദ ഓതർ ഓഫ് ദ ബുക്സ് ഐൻകി അക്ബറി ആൻഡ് അക്ബർനാമ. അദ്ദേഹത്തിൻ്റെ ബുക്കുകളാണ്, ഈ അബുൾ ഫാസലിൻ്റെ ബുക്കുകളാണ് ഐൻകി അക്ബറിയും അക്ബർനാമയും. അപ്പോൾ നമ്മൾ മുമ്പേ അതിനകത്ത് പറഞ്ഞിരുന്നു അബുൾ ഫാസലിൻ്റെ ബുക്കായിരുന്നു ഐൻകി അക്ബറി. അപ്പോൾ അത് പഠിക്കണം. അപ്പോൾ ബാക്കി നോക്കാം. പേജ് നമ്പർ 15. ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, ആക്സിലറേറ്റഡ് ട്രേഡ് ആൻഡ് അർബനൈസേഷൻ. അതായത് കൃഷി ഇങ്ങനെ അഭിവൃദ്ധിപ്പെട്ടതോടുകൂടി, കൃഷി ആയതോടുകൂടി ട്രേഡ്, കച്ചവടവും അർബനൈസേഷൻ, അതായത് നഗരവൽക്കരണവും ഒക്കെ കൂടി. ഗുജറാത്ത് വാസ് ദ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ്. ഗുജറാത്ത് ആയിരുന്നു ഫോറിൻ ഗുഡ്സുകളുടെ ഒരു ഗേറ്റ് വേ, അല്ലെങ്കിൽ അവരുടെ ഒരു കവാടം എന്നറിയപ്പെടുന്നത്. ദ മെയിൻ എക്സ്പോർട്ട് ഐറ്റംസ് വെയർ ടെക്സ്റ്റൈൽസ്, മസ്ലിൻ, ഷുഗർ ആൻഡ് റൈസ്. അതായത് ഈ പ്രധാനപ്പെട്ട ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന, ഇവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ടെക്സ്റ്റൈൽസുകൾ, തുണിത്തരങ്ങൾ, മസ്ലിൻ എന്ന് പറയുന്നത് മസ്ലിൻ പട്ടുകളുണ്ട്, മസ്ലിൻ പട്ടുകൾ, ഷുഗർ ആൻഡ് റൈസ്, ഷുഗറും റൈസും ഒക്കെയാണ്. വാട്ടർ ട്രാൻസ്പോർട്ട് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ വാട്ടർ ട്രാൻസ്പോർട്ട്, വെള്ളത്തിൽ കൂടി ജലഗതാഗതം എന്ന് പറയും, അത് വളരെയധികം അഭിവൃദ്ധിപ്പെട്ടു. ദ മേജർ സിറ്റീസ് ഓഫ് ദിസ് പീരീഡ് വെയർ ധാക്ക, മുർഷിദാബാദ്, സൂററ്റ്, ലാഹോർ, ആഗ്ര എക്സെട്ര. അപ്പോൾ ഈ കാലത്തിലെ പ്രധാനപ്പെട്ട സിറ്റികളെന്ന് പറയുന്നത് ധാക്ക, മുർഷിദാബാദ്, സൂററ്റ്, ലാഹോർ, ആഗ്ര എന്നിവയായിരുന്നു.
അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ പഠിക്കണം. എന്തൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, ഗുജറാത്ത് ആയിരുന്നു ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സിൻ്റെ ഗേറ്റ് വേ എന്ന് പറയുന്നത് ഗുജറാത്താണ്. അതുപോലെ അന്നത്തെ എക്സ്പോർട്ട് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ടെക്സ്റ്റൈൽസ്, മസ്ലിൻ, ഷുഗർ ആൻഡ് റൈസ്. അതുപോലെ തന്നെ അന്നത്തെ മേജർ സിറ്റീസ് ഢാക്ക, മുർഷിദാബാദ്, സൂററ്റ്, ലാഹോർ, ആഗ്ര എക്സെട്രയാണ്. അടുത്ത് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ കൺട്രീസ് ഇൻ വിച്ച് ദീസ് മുഗൾ റൂൾസ് ആർ ലൊക്കേറ്റഡ് നൗ. അതായത് ഈ മുഗൾ റൂൾസിലെ സിറ്റീസ് എവിടെയൊക്കെയാണ് എന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. ഏതൊക്കെ രാജ്യത്താണ് ഇപ്പോൾ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ മുഗൾ സിറ്റീസ്, പ്രസൻറ്റ് കൺട്രീസ്. ധാക്ക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ബംഗ്ലാദേശിലാണ് ഉള്ളത്. മുർഷിദാബാദ് ഇന്ത്യയിലാണ്. ലാഹോർ പാകിസ്ഥാനിലാണ്. സൂററ്റ് ഇന്ത്യയിലാണ്. ആഗ്ര ഇന്ത്യയിലാണ്. അപ്പോൾ മുഗൾ പീരീഡിലെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഇത്രയാണ്. നമുക്ക് അടുത്ത് നോക്കാം. പേജ് നമ്പർ 16, കൾച്ചറൽ ഇൻ്റഗ്രേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നോക്കാം. ഹാവ് യു നോട്ടീസ് ദിസ് പിക്ചർ? അതായത് ഈ കാണുന്ന പിക്ചർ കണ്ടല്ലോ, ഇതെന്താണ്? ദിസ് ഈസ് ദ ഫ്രണ്ട് കവർ ഓഫ് മഹാഭാരത ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ഡ്യൂറിങ് ദ മുഗൾ എറ. അതായത് ഇതാണ് മഹാഭാരതം പേർഷ്യൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തതിൻ്റെ ഫ്രണ്ട് കവർ. അതായത് മഹാഭാരതം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്ന അതാണ്. അത് പേർഷ്യൻ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ബൈ ദരാഷൂക്ക്, ദ സൺ ഓഫ് ദ മുഗൾ റൂളർ ഷാജഹാൻ. അതായത് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? ദരാഷൂക്കാണ്. അപ്പോൾ അത് പഠിക്കണം. ഹൂ ട്രാൻസ്ലേറ്റഡ് മഹാഭാരത ഇൻ ടു പേർഷ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ദരാഷൂക്ക് ആണ്. അതായത് സൺ ഓഫ് മുഗൾ റൂളർ ഷാജഹാൻ്റെ മകനാണ്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മുഗൾസ് ബ്ലെൻഡിങ് വിത്ത് ഇന്ത്യൻ കൾച്ചർ. അതായത് ഇതാണ് നമുക്കൊരു മുഗളിന് ഇന്ത്യൻ കൾച്ചറുമായിട്ടുള്ള ഒരു ഇൻ്റഗ്രേഷന് നമ്മളെ സൂചിപ്പിക്കുന്നത്. സച്ച് ബ്ലെൻഡിങ് ഓഫ് കൾച്ചർ took place in many regions. അതായത് പല ഭാഗങ്ങളിലും പല കാര്യങ്ങളിലും ഇതുപോലെയുള്ള ഒരു ബ്ലെൻഡിങ് നമുക്ക് കാണാൻ പറ്റും. ലെറ്റ് us have a look at some examples of such cultural integration. അപ്പോൾ നമുക്ക് കുറച്ച് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ്റെ എക്സാമ്പിൾ നോക്കാം. അടുത്ത പേജിലേക്ക് വരാം. പേജ് നമ്പർ 17. The Taj Mahal, Agra Fort and Red Fort are examples of the fusion of Indian architectural style with the Persian style. അതായത് ഇവിടെ പടത്തി തന്നിട്ടുണ്ട് താജ്മഹലും ആഗ്ര ഫോർട്ടും. അതുപോലെ താജ്മഹൽ, ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ട് ഒക്കെ എന്താണ്? എക്സാമ്പിൾസ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈൽ വിത്ത് പേർഷ്യൻ സ്റ്റൈൽ. അതായത് ഇന്ത്യയുടെ സ്റ്റൈലുണ്ടല്ലോ, ഇന്ത്യൻ നിർമ്മിതി സ്റ്റൈലുകളുണ്ട്, അതും പേർഷ്യൻ സ്റ്റൈലും കൂടെ ഒരു മിക്സ് ആയതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ പറഞ്ഞ താജ്മഹൽ, ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ട്. അതുപോലെ തന്നെ ഉറുദു, എ ന്യൂ ലാംഗ്വേജ് വാസ് ഓൾസോ ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി ലാംഗ്വേജസ്. അതായത് ഉറുദു എന്ന് പറയുന്ന ഒരു പുതിയ ലാംഗ്വേജ് ഉണ്ടായി. എങ്ങനെയാണ്? പേർഷ്യൻ ലാംഗ്വേജും ഹിന്ദി ലാംഗ്വേജും കൂടെ ചേർന്ന് സംയോജിച്ചുണ്ടായ ഒരു ലാംഗ്വേജാണ് ഉറുദു എന്ന് പറയുന്നത്. ഹിന്ദുസ്ഥാനി മ്യൂസിക് ഓൾസോ ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് സിന്തസിസ്. അതായത് ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്ന് പറയുന്നതും ഇങ്ങനെ ഉണ്ടായതാണ്. അതായത് പേർഷ്യൻ സ്റ്റൈലും ഇന്ത്യൻ സ്റ്റൈലും കൂടെ ചേർന്നുള്ള ഒരു മ്യൂസിക്കാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. അവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ദ താജ്മഹൽ, ആഗ്ര ഫോർട്ട് ആൻഡ് റെഡ് ഫോർട്ട് ആർ എക്സാമ്പിൾസ് ഓഫ് ദ ഫ്യൂഷൻ ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈൽ വിത്ത് ദ പേർഷ്യൻ സ്റ്റൈൽ ബ്രോട്ട് ഹിയർ ബൈ മുഗൾസ്. Urdu, a new language, was also formed by fusion of Persian and Hindi languages during this period. ഹിന്ദുസ്ഥാനി മ്യൂസിക് ഓൾസോ ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് സിന്തസിസ്. അപ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ സ്റ്റൈലും ഇന്ത്യൻ ആർക്കിടെക്ചർ സ്റ്റൈലും പേർഷ്യൻ സ്റ്റൈലും കൂടെ ചേർന്നിട്ടുള്ള സ്റ്റൈലാണ് താജ്മഹൽ, ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ട്. അതുപോലെ ഉറുദു എന്ന് പറയുന്ന ലാംഗ്വേജ് പേർഷ്യൻ ലാംഗ്വേജും ഹിന്ദിയും കൂടെ മിക്സ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ലാംഗ്വേജാണ്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അടുത്ത താഴെ നോക്കാം. The Mughal era witnessed a similar type of integration in all walks of life. അതായത് മുഗൾ ഇറയിലെ ഇതുപോലെയുള്ള ഒരുപാട് ഇൻ്റഗ്രേഷൻ, അതായത് ഇന്ത്യൻ കൾച്ചറും പേർഷ്യൻ കൾച്ചറും തമ്മിലുള്ള ഒരു ഇൻ്റഗ്രേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് മുഗൾ പീരീഡിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് വിജയനഗര റൂളാണ്. അപ്പോൾ മുഗൾ റൂളിലെ ഇത്രയും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് വേണം നമുക്ക് അടുത്ത വിജയനഗരയിലേക്ക് കടക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. താങ്ക്